ഹരേ രാമ ഹരേ കൃഷ്ണ. പടികടന്നെത്തും ലക്ഷ്മി നാരായണ യോഗം. 2 ദിവസത്തിനുള്ളിൽ ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങളാണ്. വേദജ്യോതിഷത്തിലെ ശുഭയോഗങ്ങളിൽ പ്രധാനമാണ് ലക്ഷ്മി നാരായണ യോഗം. ശുക്രനും ബുധനും തമ്മിലുള്ള സംയോഗത്തിന്റെ ഫലമായാണ് ലക്ഷ്മി നാരായണ യോഗം വന്നുചേരുന്നത്. ഇവ ഓരോ രാശിയിലോ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ അനുകൂല സ്ഥാനങ്ങളിലോ വന്നാൽ ആ വ്യക്തിക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നുചേരും. ശുക്രന്റെയും ബുധന്റെയും അനുഗ്രഹം കൊണ്ട് തന്നെ ഈ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമ്പത്തും വിജയവും എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്ന യോഗമാണ് ലക്ഷ്മി നാരായണ യോഗം. സമൃദ്ധി, സൗന്ദര്യം, വിജയം എന്നിവയുടെ പ്രതിനിധിയാണ് ശുക്രൻ. അതേസമയം ബുദ്ധി, ആശയവിനിമയം, ബിസിനസ് എന്നിവയുടെ പ്രതിനിധിയാണ് ബുധൻ. ഈ 2 ഗ്രഹങ്ങളും കൂടിച്ചേരുമ്പോൾ വളരെയധികം സാമ്പത്തിക നേട്ടവും ബിസിനസ്സിൽ വിജയവും ഐക്യപൂർണമായ ദാമ്പത്യ ഐശ്വര്യവും ഈ രാശിക്കാർക്ക് വന്നുചേരും. മിഥുനത്തിലെ ലക്ഷ്മി നാരായണ യോഗം ജൂൺ 12-നാണ് ശുക്രൻ മിഥുനം രാശിയിലേക്ക് എത്തുന്നത്. അതായത് 2 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 14-ന് ബുധനും മിഥുനത്തിൽ എത്തുകയും ചെയ്യും. അങ്ങനെ ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളും. ഇതിൻ്റെ പ്രഭാവം എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ചും 3 രാശിക്കാർക്കാണ് ഈ യോഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പില്ലാത്ത ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുവാൻ പോകുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് അത്യപൂർവമായ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിയിൽ ജനിച്ച ആളുകൾക്ക് ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ സൗഭാഗ്യങ്ങളുടെ പെരുമഴയാണ് വന്നു ചേരുന്നത്. മിഥുനം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം വന്നിരിക്കുന്നത്. വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ വ്യക്തിത്വം വളരെയധികം ആകർഷകമാകുകയും ചെയ്യും. ബുധന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സർക്കാർ ജോലിയുള്ള ആളുകൾക്ക് പ്രമോഷനും ശമ്പള വർധനയ്ക്കുമുള്ള സാധ്യതകളുണ്ട്. വിവാഹിതർക്ക് നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹം കഴിക്കുവാൻ അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ചില സഹപ്രവർത്തകരുടെ പെരുമാറ്റം മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ വിദേശത്തു നിന്നും വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗുണകരമായ കാര്യങ്ങൾ വന്നുചേരും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിലൂടെ കടന്നുപോകും. മതപരമായ കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പണം ചെലവഴിച്ചേക്കാം. എന്നിരുന്നാലും ഏതെങ്കിലും പദ്ധതികളിൽ മുടങ്ങിക്കിടന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. വ്യാഴം നിങ്ങളോട് ദയ കാണിക്കുന്നതിനാൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം വരുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യവാനാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ഇപ്പോഴത്തെ കടുത്ത തീരുമാനങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനകരമായ ഫലങ്ങൾ സമ്മാനിക്കും. ഈ സമയം മിഥുന രാശിക്കാർക്ക് അനുകൂലമാണ്. ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മികച്ച ലാഭം കൈവരിക്കുവാൻ സാധിക്കും. ഈ അനുകൂല കാലയളവിൽ നല്ലൊരു തുക നിക്ഷേപിച്ച് നിങ്ങളുടെ ബിസിനസ് ഒരു പുതിയ രീതിയിലേക്ക് ഉയർത്തുവാനുള്ള സാധ്യതയും വന്നുചേരും. ദൈവാനുഗ്രഹത്താൽ പണത്തിൻ്റെ അഭാവം മൂലം ഈ രാശിക്കാർക്ക് ഇനിയൊരു പ്രശ്നവും നേരിടേണ്ടി വരില്ല. ദൈവാനുഗ്രഹത്താൽ ഈ രാശിക്കാർക്ക് വളരെയധികം ഉന്നതിയിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. ദോഷഫലങ്ങൾ അകറ്റാൻ മിഥുന രാശിക്കാർക്ക് പ്രതിവിധിയായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നവമുഖി രുദ്രാക്ഷം ധരിക്കുക, ശനീശ്വര മന്ത്രം, വിഷ്ണു സഹസ്രനാമം, ഗജേന്ദ്രമോക്ഷ സ്തോത്രം, ഓം ബ്രീം ബൃഹസ്പത്യേ നമഃ എന്നിവ ജപിക്കാവുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്.
ലക്ഷ്മി നാരായണ യോഗം ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ചിങ്ങരാശിക്കാരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം വന്നു ചേരുന്നത്. ആയതിനാൽ ഈ കാലയളവിൽ എല്ലാ രീതിയിലും നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വരാൻ പോകുന്ന സമയം ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നല്ല കാലങ്ങളാണ്. നിക്ഷേപങ്ങളിൽ നിന്നും മികച്ച ലാഭം നിങ്ങളെ തേടിയെത്തും. ഓഹരി വിപണിയിൽ നിന്നോ ലോട്ടറിയിൽ നിന്നോ ലാഭം നേടുവാൻ അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. 10ാം ഭാവത്തിൽ ശക്തനായ ശനി വർഷം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം പ്രദാനം ചെയ്യും. ഇത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നല്ല ഫലങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നതാണ്. ബുധന്റെയും ശുക്രന്റെയും സ്വാധീനം നിങ്ങളുടെ തൊഴിലിൽ വളരെയധികം മികവ് പുലർത്താനുള്ള വ്യക്തമായ അവസരം നൽകുന്നതാണ്. ജൂലൈ 31-നും ഓഗസ്റ്റ് 25-നും ഇടയിലുള്ള സമയപരിധി വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഈ കാലഘട്ടത്തിൽ ഉത്സാഹത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും ജോലി ചെയ്യുന്നത് മൂലം ഈ പ്രതിസന്ധികളെയൊക്കെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പദ്ധതിയിടുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം വന്നെത്തുകയും ചെയ്യുന്നതാണ്. ജോലിയുള്ള ആളുകൾക്ക് നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വന്നുചേരും. അതിൻ്റെ ഫലമായി മെച്ചപ്പെട്ട ജീവിതവും സാമ്പത്തിക നേട്ടവും വന്നുചേരുന്നതാണ്. വന്നുചേരുന്ന കഷ്ടതകൾ ഒഴിയുവാൻ ഞായറാഴ്ചകളിൽ ശ്രീ ആദിത്യ ഹൃദയ സ്തോത്രം ചൊല്ലുക. പതിവായി സൂര്യന് വെള്ളം സമർപ്പിക്കുക. ശനിയാഴ്ചകളിൽ ചായ ദാനം നടത്തുക. രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ബുധനാഴ്ചകളിൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ കറുത്ത എള്ള് ദാനം ചെയ്യുക. തന്മൂലം ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് മിഥുനത്തിലെ ലക്ഷ്മി നാരായണ യോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നുചേരുന്നത്. കന്നി രാശിക്കാരുടെ കർമ്മഭാവത്തിലാണ് ഈ യോഗം വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും കർമ്മ മണ്ഡലങ്ങളിലും അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. മികച്ച തൊഴിലവസരങ്ങൾ നേടിയെടുക്കുവാനും ഈ കാലയളവിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനും കഴിയുന്നതാണ്. തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും. ശനിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജോലിയിൽ വളരെയധികം പുരോഗതി കൈവരിക്കും. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ വഴി തേടിയെത്തുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വളരെ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന സ്ഥാനക്കയറ്റം, പ്രമോഷൻ ഇവയെല്ലാം സാധ്യമാകും. മേലധികാരിയുടെ പ്രീതിയും ആനുകൂല്യങ്ങളും ഫലം തരികയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം അമിതമാകാതെ സൂക്ഷിച്ചാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വന്നു ചേരുന്ന കഷ്ടതകൾ അകറ്റാൻ ബുധനാഴ്ചകളിൽ വൈകുന്നേരം ഏതെങ്കിലും ക്ഷേത്രത്തിൽ കറുത്ത എള്ള് ദാനം ചെയ്യുക. എല്ലാ ദിവസവും ഗണപതി അഥർവശീർഷം പാരായണം ചെയ്യുക. തന്മൂലം ജീവിതത്തിൽ വന്നുചേരുന്ന കഷ്ടതകളൊക്കെ അകന്നു പോകുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.